ലാലേട്ടന്റെ വൃഷഭയുടെ ടീസർ ഇന്ന് വന്നിരിക്കുകയാണ്. നിങ്ങൾ ആരൊക്കെയാണ് ആ ടീസർ കണ്ടത്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഞെട്ടിച്ചു കളഞ്ഞല്ലോ ലാലേട്ടാ. 2 മിനിറ്റിൽ താഴെയുള്ളൊരു ടീസർ. ഇത് പ്രതീക്ഷകളുടെ ഒക്കെ മുകളിൽ നിൽക്കുന്നതൊന്നായി മാറി. ഒരു പ്രതീക്ഷയുമില്ലാതെ കണ്ടൊരു ടീസർ ആണെങ്കിൽ ഇതിപ്പോൾ ഒരു കൊലകൊല്ലി ഐറ്റമായി നിൽക്കുന്നു. ലാലേട്ടന്റെ ലുക്കും ആ ഒരു അപ്പിയറൻസും പിന്നെ സൗണ്ട് ഡിസൈൻ റസൽ പൂക്കുട്ടി ഗംഭീര ക്വാളിറ്റിയിലാണ് ഈ ഒരു ടീസർ പുറത്തിറങ്ങിയിരിക്കുന്നത്. നമ്മളുടെ ഒക്കെ പ്രതീക്ഷകൾക്ക് മുകളിലേക്കാണ്. ഒരു തെലുങ്ക് ചിത്രമല്ലേ എന്ന മനസ്ഥിതിയിൽ നമ്മളിത് കണ്ടപ്പോൾ ഇതൊരു ബ്രഹ്മാണ്ഡ ചിത്രമായി മാറുകയാണ്. സത്യം പറഞ്ഞാൽ ലാലേട്ടൻ ഞെട്ടിച്ചിരിക്കുകയാണ്. ഒരു വൻപൻ ബഡ്ജറ്റിൽ വരുന്ന തെലുങ്ക് ചിത്രമാണിത്. തീർച്ചയായും ഇത് ലാലേട്ടന്റെ അടുത്ത ബ്ലോക്ക് ബസ്റ്റർ ആയിരിക്കും. ഈ ഒരൊറ്റ ടീസർ മതി സിനിമ കാണാൻ നമുക്ക് മോഹമുണ്ടാക്കാൻ. 0-ൽ നിന്ന് ഇത് 1000-ലേക്ക് എത്തിയിരിക്കുന്നു. ഈ വർഷം അത് ലാലേട്ടൻ്റെത് തന്നെയാണ്. എമ്പുരാൻ തുടരും ഹൃദയപൂർവ്വം. ഇനി ഇതാ വൃഷഭ. ഒരു കാര്യം എഴുതി വെച്ചോളൂ, തെലുങ്കിൽ നിന്നും ലാലേട്ടന്റെ 100 കോടി ചിത്രം പിറക്കാൻ പോവുകയാണ്. വൃഷഭയുടെ ഗർജനം അതിർത്തികളും കടന്ന് മലയാള ദേശവും കീഴടക്കും. ഈ ഒരു സിനിമയുടെ സംവിധായകൻ നന്ദകിഷോറാണ്. സിനിമ ദിവാലി റിലീസായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇന്ത്യ മൊത്തവും അടക്കി ഭരിക്കാൻ ലാലേട്ടന്റെ പുറപ്പാടാണിത്. ഇതൊരു പാൻ ഇന്ത്യൻ ചിത്രമായിട്ടാണ് വരുന്നത്. തെലുങ്ക്, തമിഴ്, മലയാളം, ഹിന്ദി ഭാഷകളിലാണ് ഈ ചിത്രം വരുന്നത്. ഒരേ സമയം മലയാളത്തിലും തെലുങ്കിലും ഈ ചിത്രം ചിത്രീകരിച്ചു. അപ്പോൾ മലയാളികൾക്കും ഇതൊരു ഉത്സവം തന്നെയായിരിക്കും. ബാഹുബലിയൊക്കെ കണ്ട് നമുക്ക് ഇതൊരു ദൃശ്യവിസ്മയം നൽകും. നിങ്ങൾക്ക് ഈ ഒരു ടീസർ കണ്ടപ്പോൾ എന്താണ് തോന്നിയത് എന്നുള്ളത് കമൻസിലൂടെയൊക്കെ ഒന്ന് പറയാം. എന്താണെങ്കിലും ഈ ഒരു ഒറ്റ ടീസർ മതി നമ്മളെ തിയേറ്ററുകളിലേക്ക് എത്തിക്കാൻ.